യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്ത നമുക്ക് ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചിരുന്നു. നമ്മളുടെ ഫോക്കസ് എവിടെയാണ് എന്നുള്ളതായ വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത് വിശ്വാസത്താലുള്ള നമ്മുടെ ജീവിതം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണല്ലോ. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മെ തന്നെ നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് നമ്മളുടെ ഫോക്കസ്, നമ്മുടെ നോട്ടം മുഴുവനും സ്വർഗത്തിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. അപ്പോൾ വിശ്വാസത്താലുള്ള ആ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിലൂടെ സംസാരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം വായിച്ചതായ വാക്യത്തിലേക്ക് തന്നെ നമ്മൾ മടങ്ങി വരികയാണ്. അപ്പോസ്തലൻ പൗലോസ് എഴുതിയ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തിലുള്ള അഥവാ കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കാതെ ദൈവമക്കൾ അല്ലാതെ ജീവിക്കുന്നവരെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. മറിച്ച് കർത്താവ് യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിച്ച് ദൈവമക്കളായി ജീവിക്കുന്ന ആളുകൾ തങ്ങൾ എപ്രകാരം ഈ ഭൂമിയിലായിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് എപ്പോഴും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നോക്കണേ, ഇവിടെ എന്താ പറയുന്നത്? ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികൾ ആയിരിക്കുന്നു. ഇവിടെ ആകയാൽ എന്ന് പറയുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു കോൺഫിഡൻസോട് കൂടിയാണ് അപ്പോസ്തലൻ പൗലോസ് ഇവിടെ പറയുന്നത്. നമുക്കും ആ കോൺഫിഡൻസ് വളരെ ആവശ്യമാണ്. ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് അച്ചാരമായി നൽകി. അച്ചാരമായി നൽകി എന്ന് പറയുന്നതിന്റെ അർത്ഥം ഗ്യാരണ്ടി ആയിട്ട് നൽകി. എന്താണ് ആ ഗ്യാരണ്ടി എന്ന് പറയുന്നത്? ആ ഗ്യാരണ്ടി നമുക്ക് ഉറപ്പായിട്ടുള്ള ആ സ്വർഗീയ അവസ്ഥയാണ്, അല്ലെങ്കിൽ സ്വർഗീയ ഭവനമാണ്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടോടുകൂടെയും ഈ ഒരു കോൺഫിഡൻസോടുകൂടെയും അപ്പോസ്തലൻ പൗലോസ് പറയാണ്, ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും. ഇതാണ് നമ്മുടെ ധൈര്യം. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി എന്നുള്ള ആ ഉറപ്പ്, അത് നമ്മളുടെ അനുഭവത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ വേദവചനം നമ്മൾ ചിന്തിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചിന്ത, വാസ്തവമായിട്ടും എൻ്റെ ഉള്ളിലും ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ടോ? ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നു, എൻ്റെ ജീവിതത്തിലെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നു, പോകേണ്ട വഴി എനിക്ക് പറഞ്ഞു തരുന്നു, അവന്റെ ശക്തി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിക്കുന്നു, എൻ്റെ ഉള്ളിൽ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. ഈ ലോകത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ദൈവഭവനത്തെക്കുറിച്ച്, സ്വർഗീയമായതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ ഒക്കെയും എനിക്ക് പ്രേരണ തരുന്ന ആ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉള്ളപ്പോൾ നമുക്ക് ഉറപ്പാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ ഭാഗ്യപദവി, അഥവാ കർത്താവിനോട് കൂടെയുള്ള നമ്മുടെ വാസം, നമ്മുടെ നിത്യത. അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും നമ്മളുടെ നിത്യതയെ ഉറപ്പാക്കിയുള്ള ഒരു ജീവിതം നയിക്കണം. അതിനായി ദൈവം നമുക്ക് തരുന്നതായ ആ ശ്രേഷ്ഠമേറിയ ഉറപ്പെന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അപ്രകാരം തന്നെയാണല്ലോ ഈ വാക്യത്തിൽ കാണുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ അപ്പോസ്തലൻ പൗലോസ് ഉറപ്പോടുകൂടെ മനസ്സിലാക്കിയ കാര്യം, നമ്മൾ ഈ ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. ഈ ലോകം അല്ലെങ്കിൽ ഈ ഭൂമി നമ്മുടേതല്ല. ഇപ്പോൾ രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയുടെയും അവസ്ഥ മാറി അവൻ സ്വർഗത്തിലായിരിക്കുന്നു. മറ്റൊരു വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, നമ്മെ ദൈവം അവനോടുകൂടി ഇരുത്തി, ക്രിസ്തുവിനോടുകൂടെ നമ്മെ ഇരുത്തി. നമ്മൾ ആത്മീകമായിട്ട് ഇപ്പോൾ തന്നെ ആ സ്വർഗീയമായ അവസ്ഥയിലാണ് എന്നുള്ള കാര്യവും നമ്മൾ മറന്നുപോകരുത്. ഫിസിക്കലി നമ്മൾ ഈ ലോകത്തിലാണെങ്കിലും സ്പിരിച്വലി വി ഷുഡ് ബി ഇൻ ഹെവൻ. നമ്മൾ സ്വർഗത്തിലായിരിക്കണം. ഈ ഒരു കാര്യം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം.
ഞാൻ ഈ തരുണത്തിൽ കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞ ആ വാചകം എൻ്റെ ഉള്ളിൽ കടന്നു വരുന്നുണ്ട്. യേശു ഇപ്രകാരം പറഞ്ഞു, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യമുണ്ടല്ലോ. ദൈവരാജ്യത്തിന്റെ ആ ആത്മീക അനുഭവത്തെക്കുറിച്ചാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്. നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഫിസിക്കലി വി ആർ ഹിയർ. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് വി ആർ ഹിയർ ഇൻ അവർ ഹോം എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. ശരീരത്തിൽ നമ്മൾ വസിക്കുമ്പോൾ ശരീരത്തിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നു, എന്നാൽ ആത്മീകമായി നമ്മൾ സ്വർഗത്തിലായിരിക്കണം. അതിന് കഴിയുന്നവർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥമായിട്ടും കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ ഉറപ്പോടുകൂടെ അവന് പറയാൻ സാധിക്കും, ഐ ആം സ്പിരിച്വലി ഇൻ ഹെവൻ റൈറ്റ് നൗ. ഞാൻ ഇപ്പോൾ ആത്മീയമായി സ്വർഗത്തിലാണ് എന്ന് പറയാൻ സാധിക്കും. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം ഈ തരുണത്തിൽ വളരെ ശ്രദ്ധേയമാണ്. അവിടെ നമുക്ക് ഇപ്രകാരം വായിക്കാൻ കഴിയുന്നുണ്ട്, ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. നോക്കണേ, നമ്മൾ ഇപ്പോൾ എവിടെയാണ്? വി ആർ റൈറ്റ് നൗ ഇൻ ഹെവൻ. ക്രിസ്തുവിനോടുകൂടെ നമ്മൾ സ്വർഗത്തിലായിരിക്കുന്നു. ഇത് നമ്മളുടെ സ്പിരിച്വൽ പ്രസൻസിനെ കാണിക്കുക. നോക്കണേ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ആ ആത്മീക സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മളുടെ ആത്മീക സാന്നിധ്യം, നമ്മളുടെ സ്പിരിച്വൽ പ്രസൻസ് നമ്മൾ സ്വർഗത്തിൽ അനുഭവിക്കാൻ കഴിയുന്നു. ഇതാണ് ദൈവിക കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇന്നെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരമുള്ള ഒരു അനുഭവത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിന് സാധ്യമാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല സുവാർത്ത എന്ന് പറയുന്നത്. അതിന് കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയംഗമായി രക്ഷകനും കർത്താവും ദൈവവുമായി സ്വീകരിക്കുകയും ദൈവവചന പ്രകാരമുള്ള ആ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സുവർണ അനുഭവം ഉണ്ടാകാനിടയായി തീരും. ഇനി ഇപ്രകാരമായിരിക്കുന്ന ദൈവമക്കൾ അഥവാ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവവുമായി സ്വീകരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നവരായ ആളുകൾ എപ്പോഴും ബോധ്യമുള്ളവരായിരിക്കണം. ഞാൻ ഈ ഭൂമിയിൽ ഫിസിക്കലിയാണ്, ശാരീരികമായിട്ടാണ്, പക്ഷെ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ആത്മാവിൽ ഞാൻ സ്വർഗത്തിലായിരിക്കണം. ഈ ഒരു ചിന്ത നമ്മളെ ഭരിക്കണം. അല്ലെങ്കിൽ ഈ ഒരു റിയാലിറ്റി, ഈ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ എപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസത്താലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. നോക്കണേ, വിശ്വാസത്താലുള്ള ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ആത്മീയമായി നാം സ്വർഗത്തിലാണ്. എഫേസ്യർ 2:6. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങൾ മനസ്സിലാക്കേണ്ട ആത്മീക യാഥാർത്ഥ്യങ്ങളാണല്ലോ കർത്താവേ ഈ വചന ശുശ്രൂഷയിലൂടെ ഞങ്ങൾ കേൾപ്പാനിടയായി തീരുന്നത്. ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരിൽ അപ്രകാരമുള്ള ആ ഒരു ചിന്ത അവരിൽ ഉളവാകുവാനും കർത്താവെ ഈ ലോകത്തിൽ ഫിസിക്കലി ആകുമ്പോൾ ആത്മീയമായി ഞങ്ങൾ സ്വർഗത്തിലാണെന്നുള്ള ആ തിരിച്ചറിവോടുകൂടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചന ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള അനുഭവങ്ങൾ എന്നോട് ഷെയർ ചെയ്യുവാൻ കഴിയും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. God bless you all.